ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനെ എതിർക്കരുത് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ യേശുനാഥൻ ഇങ്ങനെ പറയുകയാണ്. ഈ ഒരു സുവിശേഷ ഭാഗം ഇന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ചിലരെങ്കിലും യേശുനാഥൻ ഇത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞതായിട്ട് എടുക്കേണ്ടതായിട്ടില്ല, അതിൽ പറഞ്ഞിരിക്കുന്ന നന്മ ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ വാദിക്കുന്നവരാണ്. ഒരർത്ഥത്തിൽ അങ്ങനെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എങ്കിലും യേശുനാഥൻ പറഞ്ഞ ആ ആന്തരികാർത്ഥം എന്താണെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെ ചരിത്രമാണ്. പലപ്പോഴും പലരാലും ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേൽ ജനത മാത്രമല്ല, അവർ വസിച്ചിരുന്ന ദേശത്ത് മറ്റ് ദേശക്കാരോടൊപ്പം ജീവിക്കേണ്ടി വന്നിരുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ പല തരത്തിൽ ആക്രമിക്കപ്പെട്ടിരുന്ന ഇസ്രായേലിലെ അവരെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ ഒരുവിധം സഹായിച്ചിരുന്നത് അവരുടെ പ്രതിരോധമായിരുന്നു. അവർ തിരിച്ചാക്രമിക്കുന്നവരായിരുന്നു. ഒരുപക്ഷെ പലരും ഇസ്രായേലിനെ ഭയന്നിരുന്നു. ഇനി അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഉള്ളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്തും പ്രതികരിച്ചും ഒക്കെ നിന്നിരുന്ന ഒരു ജനതയെ അവരെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇങ്ങനൊരു നിയമവ്യവസ്ഥ വന്നിരുന്നത്. കണ്ണിന് പകരം കണ്ണ്. കാരണം കണ്ണിന് പകരം ജീവൻ എടുത്തിരുന്ന മനുഷ്യരായിരുന്നു അവർ. അപ്പോൾ അവരെ നിയന്ത്രിച്ച് സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും പ്രതികാര ബുദ്ധി ഇല്ലാതാക്കാനും നീതി നടപ്പിലാക്കാനുമാണ് ഇങ്ങനെ ഒരു നിയമം വന്നിരുന്നത്. അപ്പോൾ ആ നിയമങ്ങളെല്ലാം യേശുനാഥൻ ഇവിടെ മാറ്റിമറിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കണ്ണിന് പകരം കണ്ണല്ല. നിന്നെ ഉപദ്രവിക്കുന്നതിന് മുമ്പിൽ നീ ഉപദ്രവിക്കാതെ വെറുതെ നിന്നു കൊടുക്കാൻ യേശുനാഥൻ പറയുന്നത്. നിന്നെക്കൊണ്ട് ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവനെ അവൻ ആഗ്രഹിക്കുന്നതിൻ്റെ മടങ്ങ് അവന് വേണ്ടി ചെയ്തു കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ആധാരമായി വരുന്നത് ആദ്യം യേശുനാഥൻ പറഞ്ഞ കാര്യമാണ്. ഫരിസയരുടെയും നിയമജ്ഞരുടെയൊക്കെ നീതിയെ അതിലംഘിക്കുന്ന നീതി നിനക്കുണ്ടായിരിക്കണം. അപ്പോൾ എന്ത് കാഴ്ചപ്പാടിലേക്കാണ് യേശുനാഥൻ വരുന്നത്? ഇനി യേശുനാഥൻ പറയുന്ന ഈ കാഴ്ചപ്പാടുകൾ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. മത്തായിയുടെ സുവിശേഷം രചിക്കപ്പെട്ടത് യഹൂദരായ ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. അതായത് യഹൂദ മതത്തിൽ നിന്ന് ക്രൈസ്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ക്രൈസ്തവ മതത്തിലേക്ക് വന്നപ്പോൾ യഹൂദർ അവരെ തന്നെ ഒത്തിരിയധികം ഉപദ്രവിച്ചിട്ടുണ്ട്. ക്രിസ്തു മതം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എവിടെയെല്ലാം പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് തിരിച്ചാക്രമിച്ചിരുന്ന ക്രൈസ്തവരല്ല. ചിലയിടങ്ങളിൽ ചരിത്രം പറയുന്നതനുസരിച്ച് ക്രൈസ്തവർ അക്രമാസക്തരായിട്ടുണ്ട്. കാരണം അത്രമാത്രം ആക്രമണങ്ങൾ അവർക്കെതിരെ വരുമ്പോൾ പ്രതിരോധത്തിലൂടെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകം മുഴുവനും രക്തക്കളമാകാതിരിക്കുന്നതിന് സഹായിച്ചത് ക്രിസ്തുവിൻ്റെ ഈ വാക്കുകളാണ്. അത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാരണം പലപ്പോഴും യേശുനാഥൻ പറഞ്ഞ ഈ വാക്കുകൾ എതിർത്ത് ആക്രമിക്കുന്നതിൽ നിന്നും ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ നിന്നും അവർ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ക്രിസ്തുവിനെ പോലെ നിൽക്കുകയായിരുന്നു. ഇത് യേശുനാഥൻ താൻ തന്നെ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. അവനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവൻ രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിലേക്ക് നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടും ജീവിത രീതിയും ഈ ലോകത്തെ തന്നെ രക്തരൂഷിതമാക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ചിട്ടുള്ള വചനങ്ങളാണ്. സജീവമായ വചനങ്ങളാണ്. ക്രിസ്തു ജീവിച്ച് കാണിച്ചു തന്ന വചനങ്ങളാണ്. ഇതേ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധീര രക്തസാക്ഷികൾ സഭയ്ക്ക് മാതൃകയും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ വാക്കുകളിൽ ഒതുക്കാവുന്ന ഒരു വചനം മാത്രമല്ല ഇത്. ജീവിച്ച് കാണിക്കുകയും ധീര രക്തസാക്ഷികൾ ജീവിത മാതൃക നൽകുകയും ചെയ്ത വചനമാണ്. അപ്പോൾ എന്താണ് ഈ വചനം ഉദ്ദേശിക്കുന്നത്? ഈ വചനം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രതികാരം ചെയ്യുന്ന മനുഷ്യരെ മാറരുത്. പ്രതികാരം ദൈവത്തിൻ്റെതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന മനുഷ്യരെ മാറണം. ഇനി ആ പഴയ നിയമങ്ങൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. കാരണം കണ്ണിന് പകരം കണ്ണ്, ഇത്ര ഭീകരമായ ഒരു നിയമം, ഇത് ഓർത്തുകൊണ്ട് പാപം ചെയ്യരുത് അല്ലെങ്കിൽ തിന്മ ചെയ്യരുത് എന്ന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത് എഴുതി വച്ചിരുന്നത്. ഇത് തിരുവചനം എഴുതപ്പെടുന്നതിന് മുൻപും പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന നിയമവ്യവസ്ഥതയാണ്. അപ്പം ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ യേശുനാഥൻ ജനങ്ങളെ ഭയപ്പെടുത്തി നന്മ ചെയ്യിപ്പിക്കുന്നതിലല്ല, അവരുടെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായ മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള നിയമങ്ങൾ പറയുന്നത്. ഇനി ഇതേ നിയമത്തിൻ്റെ ആന്തരികാർത്ഥത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരെ, എതിർക്കാത്ത മനുഷ്യരെ എതിർക്കുന്നവരായി നമ്മൾ മാറരുതെന്നും കൂടെ ചിന്തിക്കുന്നുണ്ട്. എന്നാലോചിക്കണം, ഈ ക്രിസ്തുവിൻ്റെ വചനം പാലിക്കുമ്പോഴേക്കും ഞാൻ ഒരാളെ അകാരണമായി കരണത്തടിക്കുമ്പോൾ അവൻ എന്നെ തിരിച്ച് പ്രഹരിക്കാതിരിക്കുമ്പോൾ അവനിലെ നന്മ മനസ്സിലാക്കി വീണ്ടും അവനെ പ്രഹരിക്കുന്ന മനുഷ്യനാകാതെ അവനോട് രമ്യതപ്പെടുന്ന മനുഷ്യനായി ഞാൻ മാറണമെന്നാണ്. കാരണം അവിടെ ഭയപ്പെടുത്തി നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ സ്നേഹം കൊണ്ട് ഒന്ന് താഴ്ന്നു കൊടുത്ത്
സ്നേഹവും നീതിയും ഒക്കെ നടപ്പിലാക്കുന്ന മനുഷ്യരായി മാറണമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. കാരണം ചിലപ്പോൾ അകാരണമായി ചില മനുഷ്യർ പെട്ടെന്നുണ്ടാവുന്ന കോപത്തിൻ്റെ പുറത്ത് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും കൂടെ ദേഷ്യപ്പെട്ട് അതുപോലെ പ്രതികരിക്കുമ്പോൾ ആ സാഹചര്യം മുഴുവനും വഷളായി മാറുന്നു. എന്നാൽ ക്രിസ്തു പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നിയന്ത്രിതമാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തുടങ്ങും. തെറ്റാരുടെ ഭാഗത്താണെന്ന് പതുക്കെ ഉരുത്തിരിയാൻ നമ്മൾ കൊടുക്കുന്ന ആ സമയമാണത്. എൻ്റെ കർണത്തടിക്കുകയും ഞാൻ തിരിച്ചടിക്കാതെ കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചു വരാൻ അല്ലെങ്കിൽ തെളിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്തിനുള്ളിൽ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. സത്യം എന്താണെന്ന് മനുഷ്യർ തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഭാഗത്തിൽ നിന്നും യേശുദാസൻ പറയുന്നത് പോലെ തന്നെ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ വലിയ വലിയ സംഘടനകളിലേക്ക്, വലിയ യുദ്ധങ്ങളിലേക്ക് നയിക്കാതിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചെറിയൊരു നിലപാടാണത്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാനൊന്ന് വേദനിച്ചേക്കാം, എൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അതെന്നെ തടയുക തന്നെ ചെയ്യും. ഇപ്പോൾ യേശുദാസൻ പറഞ്ഞത് ജീവിക്കാനുള്ള വചനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന മനുഷ്യരാകാതെ, മാത്രമല്ല അകാരണമായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണ്. അവിടെ നിന്ന് എല്ലാ മനുഷ്യരെയും നോക്കിക്കാണുന്നുണ്ട്. പ്രതികാരം ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യം കൂടി നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഈ വചനം ധ്യാനിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.